ബൈനോക്കൽ ടോക്സിൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സാധിക്കും കേട്ടോ. ഇന്ന് നമ്മളൊരു പുതിയ സ്ഥലം കാണാൻ പോകണേ. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ആനവിലാസം. ആനവിലാസം പണിയത് ശാസ്താനട. ഈ ശാസ്താനട ഈ കാണുന്ന അമ്പലത്തിനോട് നമ്മൾ കട്ടപ്പനയ്ക്ക് പോകുന്ന വഴി പോകും. എങ്ങനെ പോകും? കട്ടപ്പനയ്ക്ക് പോകുന്ന വഴി ഒരു ഇവിടുന്ന് ഒരു 200-300 മീറ്റർ. എന്നാ നമ്മൾ പോകുന്ന സ്ഥലം ഏതാ? ചെകുത്താമല. ആഹാ, ചെകുത്താൻ കാണുമോ? ചെകുത്താൻ കാണാൻ അറിയത്തില്ല. പിന്നെ ഇവിടെ വേറെ ആളെ ചെകുത്താമല ഒരു ആശ്രമമുണ്ട്. ആശ്രമം ഒരു സിസ്റ്റർമാരെ നടത്തുന്നത്, ഇറ്റലിയിലുള്ള ഒരു കൂട്ടം. ഒരു രണ്ടുപേരോട് ഇറ്റലി എന്നുള്ള, ബാക്കി എല്ലാവരും മലയാളികളാ. അവരുടെ ആശ്രമം പോലെ സെറ്റപ്പ് ഉണ്ട് അവിടെ. മലയുടെ പൊക്കത്താ? വേറെ കാട് പോലെ കിടക്കുന്നത്. ഏലക്കാടാ ഫുള്ള്. വേറെ മൃഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? മൃഗങ്ങൾ അങ്ങനെ അട്ടയുണ്ടോ? അട്ട കാണും. നമുക്ക് പോയാലോ? തുടങ്ങാം. ഓക്കെ. അപ്പൊ ഇതാ ശാസ്താനട അല്ലേ? ഇതിലെ പോയി കഴിഞ്ഞാൽ ശാസ്താനട തമിഴ്നാട് ഒരു കോളനി പോലത്തെ സ്ഥലം അല്ലേ? അതെ അതെ. ഈ ശാസ്താനട അമ്പലം നമ്മൾ ഇവിടെ അങ്ങോട്ട് പോയിട്ട് നേരെ വഴി കയറ്റം കയറി ചെല്ലുമ്പോൾ ഒരു ജംഗ്ഷൻ ഉണ്ട് ചെറിയ. അവിടുന്ന് നമ്മൾ തിരിഞ്ഞു പോകും. പേരെന്താ സ്ഥലം? ജംഗ്ഷന് ശാസ്താനട തന്നെ. അടൂർ എസ്റ്റേറ്റ് എന്നൊക്കെ പറയും. ഈ റോഡ് കട്ടപ്പന കുമ്പളി ആനവിലാസം റോഡ്. ഇപ്പൊ പുതിയ ബൈപ്പാസ് വരാൻ പോണം. പുതിയ ബൈപ്പാസ് ഒക്കെ വരാൻ പോണം. ഓക്കെ. ഇവിടുന്ന് തിരിയാണ് താഴോട്ടെ. ഈ വഴിയാണ്? ഈ വഴി താഴോട്ട്. കാരണം ഉടനെയാണ് ബൈക്ക് പോയിരിക്കും. ജലജീവൻ മിഷൻ കേരള വാട്ടർ അതോറിറ്റി. അതെ. ബൈക്ക് പോകത്തില്ല അല്ലേ? നീ ഏത് വഴി പോകും? നേരെ പുറത്തിട്ട് വേണം നമുക്ക് പോകാൻ. JCB കെട്ടി വലിച്ചു നോക്കുമോ? JCB കെട്ടി വലിച്ചോണ്ട് JCB ഫ്രണ്ടിലോട്ട് പോകും. 100. പിന്നെ പുല്ല് കയറ്റം, പുല്ല് വളവും. ഇവരുടെ അധ്വാനം കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ. ഒരു റോഡ് ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് അവരെ പറയാൻ പറ്റത്തില്ല. ഇതിന്റെ ആ വഴിയെല്ലാം പൈപ്പ് ഇറക്കിയിട്ടേക്കണം. അതെ അതെ. ഇതാണ് മെയിൻ ഇവിടുത്തെ മേപ്പാറ. ശാസ്താനട മേപ്പാറ. അവിടുന്ന് ഒരു വളവാ. ഇത് മണ്ഡലട്ടാണേ. നേരെ പോലെ അടുത്തത് വളവാന്നറിയിക്ക. ഇറങ്ങണോ? നീ ഹീറോയുടെ വണ്ടിയാണ്. നാണം കിടത്തില്ല. ഇത് കുത്തുകയറ്റേ കാണുന്നത്. ഇറങ്ങണമെങ്കിൽ പറഞ്ഞാൽ മതി. കുത്തുകയറ്റം അത് വളവ് കാണേ. ഇതേതാ സ്ഥലം? ഇത് മേപ്പാറ കൊണ്ടുവച്ചാ. ഇത് അവരുടെ അങ്ങോട്ട് പോകാൻ പറഞ്ഞേക്കുന്ന റോഡാണിത്. ഇത് കാടുകളുണ്ട് ഓരോരുത്തരുടെ വ്യക്തികൾക്ക്, എസ്റ്റേറ്റുകളുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവരും, പിന്നെ കുറെ താമസക്കാരുണ്ട് മുകളില്. പിക്കപ്പ് എല്ലാ കാരണം കയറി വരികയല്ലോ. പിക്കപ്പ് ജീപ്പ് അങ്ങനെയൊക്കെ കയറി വരത്തുള്ളൂ. ഇപ്പൊ കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റ് ഒക്കെയാണ്, പക്ഷേ കയറ്റം. കാട്ടിനകത്ത് എത്തിയ ഇനി എന്നാ ഊരുണ്ട്? ഇനി ഒരു കുറച്ചും കൂടെ ഉള്ളൂ. നല്ല മണം വരുന്ന വണ്ടിയാണ്. താഴവശം കാണുന്ന നമ്മുടെ കാഞ്ചിയാറ്, അയ്യപ്പൻ കോവില്. കൈ പിടിച്ചോണേ. ഇത് ചെക്കുഡാമാണല്ലോ. വെള്ളം കുറവല്ലേ? എസ്റ്റേറ്റുകാരെയാണോ? എസ്റ്റേറ്റുകാരുടെ. ഇത് ഈ സ്ഥലത്തിന്റെ പേര്? ഇതും ചെകുത്താമലയായി. ചെകുത്താമല സൈഡാ. ഇവിടാണോ മറ്റേ ഐസ്? ഇവിടെ ഐസ് മഴ പെയ്തേ. കുറെ വർഷം മുമ്പല്ലേ? കുറെ വർഷമായി. പിന്നെ പെയ്തിട്ടില്ലല്ലോ? പിന്നെ പെയ്തിട്ടില്ല. ശരി. ആനലാസ് ഒക്കെ കുറച്ച് വീണില്ലായിരുന്നു? ആനലാസ് കുറച്ച് വലിയ ഇവിടെ ഏറ്റവും കൂടുതൽ പെയ്തത്. അങ്ങോട്ട് ചെറുതായിട്ട് പരിക്കൊക്കെ പറ്റിയ ആൾക്കാർക്ക്. ഇവിടെ വീടൊക്കെ തകർന്നു പോയി. ഐസ് ഇത് വീണ്ടോ? ഐസ് വീട്ടുണ്ട്. ഇവിടുന്ന് അയ്യോ പാണ്ടൊക്കെ ഊരിപ്പാന്ന്. ഇവിടുന്ന് നല്ല കയറ്റം കേട്ടോ. നമുക്ക് വണ്ടി കയറ്റി കൊണ്ട് പോകണ്ട, കാരണം തിരിച്ചിറക്കൊണ്ടിരാൻ പാടല്ല. കൈ തട്ടി ഊണ്ടി അടിച്ച് വീണെങ്കിൽ നല്ല തന്നെ നെറ്റിയൊരു പാടുണ്ട്. കഴിഞ്ഞ ദിവസം പോയി അവിടെ വെള്ളച്ചാട്ടം എടുക്കാൻ പോയത്. റോഡ് നല്ല മനോഹരമായ റോഡല്ലേ പണി. ഇടുക്കി വെള്ളം കിടക്കുന്ന കാണാം. അപ്പുറത്തോ? ഉണ്ട്. നമുക്ക് അത്രയും ദൂരം കാണുന്നില്ല. താഴെ കാണുന്ന സ്ഥലം ഏതൊക്കെയാ? അത് കാഞ്ചിയാറ്, ലമ്പക്കട, മേരുകുളം, കട്ടപ്പനയുടെ ഭാഗങ്ങളാ. മാട്ടുക്കട്ട, അയ്യപ്പൻ കോവിൽ. നമ്മൾ പോയതല്ലേ? അതെ അതെ. നമ്മൾ പോകുന്ന സ്ഥലം ഏതാ? ഒരെണ്ണം പറഞ്ഞ കൂപ്പോ? കൂപ്പ്.
അവിടെ നമുക്ക് ഇറങ്ങിപ്പോണേ. ആ അവൻ പുല്ല് പോലെ കയറിപ്പോകും. കാരണം വെച്ചാൽ അവനെ ഇതന്നെ അവൻ ഇടയ്ക്കിടയ്ക്ക് പരിപാടി. നമ്മുടെ വണ്ടി വലിക്കത്തില്ല. അതുകൊണ്ടോ റോഡ് കിടക്കണേ. എൻ്റെ മോനെ വാ. ഇതേ ഇനി ഇതുപോലെ തന്നെ ഒരു കയറ്റം കൊണ്ടു കേട്ടോ. എത്രയായോ നമ്മൾ? എത്രയായി? കുറച്ചും കൂടെ ഉള്ളൂ. വാ. എല്ലാം കൂട്ടം പിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയേക്കുമല്ലേ. എന്നാ മരമാണ്? കാട്ടുമരമല്ല. കാട്ടെന്തോ എന്താണെന്നറിയാം. നല്ല നാളുണ്ട്. 2 മിനിറ്റ് നിന്നിട്ട് നമുക്കല്ലേ. എത്ര ദൂരം വണ്ടി കയറി നമ്മൾ മടുത്തു പോയത്. എടാ ചേത്താമലയിൽ നിന്ന് കയറ്റം കയറി കുഴിയോടാണല്ലോ അവിടെ പിന്നെ പോകുന്നത്. ഈ ടവർ ഇരിക്കുന്നിടത്ത് ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ ടവറല്ലേ? ആ ചെകുത്താമല. പണ്ട് നമ്മൾ ചെറിയ ഫോണിലൊക്കെ എഴുതി കാണിച്ചോണ്ടിരുന്നപ്പം കാണിക്കുന്നത്. ഇപ്പൊ താഴേക്ക് വേറെ വന്നിട്ടില്ലേ? ഇപ്പൊ വേറെ ഇഷ്ടമുള്ളവരുണ്ട്. നല്ല അടിപൊളി നീലാകാശം. നമുക്ക് നോക്കാം. ഇറ്റലിക്കാരെന്നല്ലേ പറഞ്ഞേ? അതിൽ ഇപ്പൊ മലയാളികളൊക്കെയാണ്. ഒരു വലിയ ഫാദറും സിസ്റ്ററും മാത്രമേ ഉള്ളൂ. ഇത് ഇവിടുത്തെ അന്തേവാസികൾ സിസ്റ്റർമാരൊക്കെ താമസിക്കുന്ന സ്ഥലം കേട്ടോ. അവർക്ക് താഴെ പണലിക്കാവുന്നൊരു സ്ഥലമുണ്ട്. അവിടുന്ന് കയറുന്ന വഴി ചെയ്തല്ലേ? ഇതിങ്ങനെ താര അടിച്ചിട്ട് വെക്കുക ഫുള്ളല്ലേ? ഇവിടെ നല്ലൊരു ചെക്കിടാമുണ്ട് കേട്ടോ. നല്ല രസമുണ്ടാണ്. വല്ലതും കാണാമോ? വെയിറ്റ് പെട്ടടിക്കുന്നുണ്ട്. വല്ലതും കാണാമോ? ഇതങ്ങോട്ട് അതിൻ്റെ വെള്ളം ഓവർഫ്ലോ ഒഴുകി പോകുന്ന അതിൻ്റെ അടി കൂടെ. താഴോട്ട് ഇനി നടക്കണം. ഒരു സൈഡിൽ കൂടെ ഞങ്ങൾ കയറ്റം കയറി, അടുത്ത സൈഡിൽ കൂടെ ഞങ്ങൾ ഇറങ്ങുന്നത്. ഇത് അവരുടെ സ്വന്തം റോഡാണ് കേട്ടോ. ഇതിലെ അങ്ങനെ അനുവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി കയറ്റി കൊടുത്തുള്ളൂ. ഇതാ പള്ളിയുടെ വശം കേട്ടോ. ഇവിടെ താമസമൊക്കെ ഉണ്ട്. ഇതാ റോഡാ. ഇനി ഇവിടെ നിന്ന് നല്ല വ്യൂ നമുക്ക് നോക്കാം. താഴെ കാണുന്നത് ചെങ്കര, മൂങ്കലാറ്, ചെങ്കര, അയ്യോ പുല്ലുമേട്, ആനവിലാസം. പറടാ ഏതൊക്കെ സ്ഥലമാ? ചെങ്കര. നമ്മൾ പോയി കുരിശുമലല്ലേ കാണുന്നത്? കുരിശുമല, ചെങ്കര. പിന്നെ ആ കാണുന്ന തേരത്തോട്ടൊക്കെ ചെങ്കരയാ. ഇതിന്റെ താഴെ വശത്താണ് നമ്മൾ കാണാൻ വന്ന പള്ളി കേട്ടോ. അധികം ആൾക്കാർക്ക് പ്രവേശനം. പക്ഷെ നല്ല ഭംഗിയായിട്ടോ സൂക്ഷിക്കാൻ കേട്ടോ. ഈ സൈഡിൽ നല്ല ചെടിയൊക്കെ ഇട്ട് അടിപൊളിയായിട്ടാ. ഈ വെയിലത്ത് ഈ കുന്നുംപുറത്ത് ഇത്രയും ചെയ്യണമെങ്കിൽ ഇതാണ് നമ്മൾ തേടി വന്ന സുന്ദരം. ചെന്ന ഭംഗിയാണ് വളർന്നേക്കുന്നത്. നോക്കി നല്ല ഭംഗി, നല്ല വൃത്തി കേട്ടോ. ഇവിടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. കുറച്ച് ആൾക്കാർ, അവരുടേതായ ആൾക്കാർക്ക് മാത്രമേ ഇവിടെ ആരാധനയുള്ളൂ. പുറത്തുനിന്നൊന്നും ആർക്കും ഇല്ല കേട്ടോ. ഇവിടെ താഴെ ചെറിയ ശ്മശാനം പോലെ കേട്ടോ. ശ്മശാനം നല്ല ഭംഗിയായിട്ടാണ് സൂക്ഷിച്ചേക്കുന്നത്. 2 ഇത് മാത്രമേ കാണാനുള്ളൂ. അതിൽ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. മണിമണ്ഡപം. ഇത് ചുറ്റുവട്ടം ഇത്രയും ഭാഗം നല്ല പൊക്കത്തിൽ ഹൈറ്റിലൊരു 2 പൊക്കത്തിന് മേളിൽ കല്ല് കെട്ടിയിട്ടാണ് ഇത് ഫുള്ള് ഈ ചാപ്പൽ പണിതേക്കണം കേട്ടോ. നല്ല റൗണ്ടിൽ അടിപൊളിയായിട്ടാണ് പണിതേക്കണേ. നമുക്ക് ഒരു കാരണവശാലും ഈ വീഡിയോ കണ്ടിട്ട് ആരും വരാൻ ശ്രമിക്കരുത്. ഇങ്ങോട്ട് അങ്ങനെ പ്രവേശനമില്ല. എന്നാലും കാണാൻ അടിപൊളിയാട്ടോ. എന്ത് മാതൃകയിലാണ് പണിതേക്കുന്നതില്ല. ഇറ്റലിക്കാരാണെന്നാ പറഞ്ഞത്? ഇറ്റലിക്കാരുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഇറ്റലി എന്നുള്ള 2 പേരേ ഉള്ളല്ലേ ഇപ്പോൾ? ബാക്കിയുള്ള മലയാളികളാണ്. നേരത്തെ ഒത്തിരി പേരുണ്ടായിരുന്നോ? ഇല്ല, അവിടെ ഇടയ്ക്ക് വരുത്തുള്ളൂ. ഇടയ്ക്ക് വരുത്തുള്ളൂ. ഇടയ്ക്ക് ഇറ്റലി എന്നുള്ള 1-2 പേര് വരും. ഇപ്പൊ 2 പേരുണ്ട്. എപ്പോഴും 2 പേര് കാണുമെന്ന് അറിയാം. ഇവിടുത്തെ വലിയ മെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവിടുത്തെ മെയിൻ വയ്യാതൊക്കെ ആയിരുന്നു. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഓഹോ. അപ്പൊ ഇതാണ് കേട്ടോ. അപ്പുറത്തൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടം വരെ വന്നു. പക്ഷെ വന്നാൽ പോകാൻ തോന്നുന്നില്ല കേട്ടോ. നല്ല മഞ്ഞളൊക്കെ ഒരു ദിവസം കയറി വരണം. നമുക്ക് അപ്പുറത്ത് എണ്ണയിൽ കൊണ്ടുവന്ന് നോക്കാം. എന്നാൽ ഇത്രയും സാധനങ്ങൾ ഈ വഴിയില്ലാത്ത സമയത്ത് ഇത് പണിയാൻ ഇത്രയും കൊണ്ടുവന്നു അല്ലേ സാധനങ്ങൾ? അത് കരിങ്കല്ലല്ലേ പണിതേക്കണല്ലേ? ഫുള്ള് കല്ലല്ലേ ഷേപ്പ് വെട്ടിയാക്കുന്നത്. നിനക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 23 വയസ്സ്. അപ്പൊ നീ ഓർമ്മ വെച്ച കാലം തൊട്ട് ഇത് ഇങ്ങനെ ഇതേ ഷേപ്പിലുണ്ട്. അങ്ങനെ ചെകുത്താമല ഉദ്യാനാശ്രമം ആ യാത്രയോട് അവസാനിക്കുക കേട്ടോ. ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. പോവാ പണി.